CPM നേതാവ് CN മോഹനൻ ഇപ്പോൾ CPIക്കെതിരെയും CPI നേതാക്കൾക്കെതിരെയും ഒക്കെ നടത്തിയ പ്രസ്താവനകളുമൊക്കെ CPIയിൽ അതിൻ്റെ ഘടക സംഘടനകളിലുമൊക്കെ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. AVF സംസ്ഥാന സെക്രട്ടറിയും CPI ദേശീയ കൗൺസിൽ അംഗവുമായ TT ജിസ്മോൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് ഒക്കെ വളരെ ന്യായമായ കാര്യമാണ്. ഇതവരുടെ മുന്നണി വിഷയമാണ്, പാർട്ടി വിഷയമാണ്, നമ്മളൊന്നും ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ എല്ലാത്തിനും ഒരു മര്യാദയുണ്ടല്ലോ, ഒരു മുന്നണി മര്യാദ, സാമാന്യ മര്യാദയുണ്ടല്ലോ. ജനങ്ങളാണല്ലോ വോട്ട് ചെയ്ത് നിങ്ങളേക്ക് ജയിപ്പിക്കുകയും തോൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. CN മോഹനൻ സഖാവെ മുഖം വികൃതമായതിന് കണ്ണാടി എറിഞ്ഞുടയ്ക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് ജിസ്മോന്റെ പോസ്റ്റ് ആരംഭിക്കുന്നു. CPI പ്രതിപക്ഷ ഉപനേതൃ പദവി ആവശ്യപ്പെട്ടതോടെ ചിലർക്ക് വലിയ അസ്വസ്ഥതയാണ്. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി ഒരു ആവശ്യം ഉന്നയിച്ചാൽ അത് ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയ വിഷയമല്ല, പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള നീക്കമാണത്രേ. അങ്ങനെയാണ് CN മോഹനൻ പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ സെക്രട്ടേറിയറ്റ് മെമ്പർ CN മോഹനാണ് ഹാലിളകിയിരിക്കുന്നത്. അപ്പോൾ ഒരു സംശയം, CPI എന്ത് ചോദിച്ചാലും അത് പിണറായി വിരുദ്ധ ആക്രമണമാണോ? മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിക്ക് സ്വന്തം അഭിപ്രായം പറയാൻ പോലും അവകാശമില്ലേ? CPI ചോദിച്ചാൽ സമ്മർദ്ദതന്ത്രം, വലിയ കക്ഷി തീരുമാനിച്ചാൽ മുന്നണി തീരുമാനം. എന്തൊരു മനോഹരമായ മുന്നണി ജനാധിപത്യം. 78-ലെ ഭട്ടിന്റെയും 79-ലെ തെരഞ്ഞെടുപ്പും വീണ്ടും പൊടി തട്ടിയെടുക്കുകയാണ്. ഭട്ടിണ്ട കോൺഗ്രസിന് ശേഷമുണ്ടായ രാഷ്ട്രീയ പുനഃക്രമീകരണങ്ങളെ 79-ലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാത്രം വിലയിരുത്തുന്നത് ചരിത്രത്തെ സൗകര്യപ്രദമായി ചുരുക്കി കാണിക്കുന്നതാണ്. CPIക്ക് കോൺഗ്രസുമായി സഹകരിച്ചിട്ടുണ്ടെങ്കിൽ CPMനും വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത രാഷ്ട്രീയ സത്യങ്ങളും ധാരണകളും ഉണ്ടായിട്ടുണ്ട്, സഖ്യങ്ങളും രാഷ്ട്രീയ ധാരണകളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ രാഷ്ട്രീയ സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ ഒരേ അളവുകോൽ എല്ലാവർക്കും ബാധകമാക്കണം. CPIയുടെ പഴയ കൂട്ടുകെട്ടുകൾ മാത്രം എണ്ണിപ്പറഞ്ഞ് CPMന്റെ ഇന്നത്തെ രാഷ്ട്രീയ സഖ്യങ്ങളെ മറച്ചുവെക്കുന്നത് കുറഞ്ഞപക്ഷം തമാശയല്ലേ? CPIക്ക് ഒറ്റയ്ക്ക് 5000 വോട്ടുണ്ടോ എന്ന ചോദ്യം അതിലും രസകരമാണ്. മുന്നണി രൂപീകരിക്കുന്നത് ഓരോ പാർട്ടിയും സ്വന്തം വോട്ടുകൾ മാത്രം എണ്ണിയിട്ടല്ല, പരസ്പരത്തിന്റെ വോട്ടുകളും പ്രവർത്തനവും സംഘടനാശേഷിയും ചേർന്നാണ് മുന്നണി ശക്തിപ്പെടുന്നത്. CPI മത്സരിക്കുന്നിടത്ത് CPM പ്രവർത്തകരുടെ വോട്ടും അധ്വാനവുമുണ്ട്. CPM മത്സരിക്കുന്നിടത്ത് CPI പ്രവർത്തകരുടെയും. പിന്നെ ഈ 5000 വോട്ട് കണക്കെടുപ്പ് എന്തിനാണ്? PM ശ്രീ വിഷയത്തിലും CPI എതിർപ്പ് ഉന്നയിച്ചപ്പോൾ ഇതേ പരിഹാസമായിരുന്നു എന്ന് ജിസ്മോൻ പറയുന്നു. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നു എന്നൊക്കെയായിരുന്നു ആരോപണം. പിന്നീട് ആ നടപടികൾ മരവിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ CPI ഉയർത്തിയ ആശങ്ക വെറുതെയായിരുന്നു. CPM വലിയ കക്ഷിയാണ്, അതിൽ സംശയമില്ല. എന്നാൽ വലിയ കക്ഷിയായതുകൊണ്ട് മുന്നണിയിലെ മറ്റുള്ളവർക്ക് അഭിപ്രായം മറിച്ച് വലിയ കക്ഷിക്ക് ഉത്തരവാദിത്വമുണ്ട്. CPI കൂടെയില്ലാത്ത CPM കേരളത്തിൽ എത്ര തവണ അധികാരത്തിൽ വന്നിട്ടുണ്ട് എന്നുകൂടി ജിസ്മോൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് CPI ഒരു പദവി ആവശ്യപ്പെട്ടതിനെ പിണറായി വിജയനെതിരായ ആക്രമണമാക്കി അവതരിപ്പിക്കുന്നതിന് പകരം മുന്നണിക്കുള്ളിലെ ഒരു രാഷ്ട്രീയ ആവശ്യം എന്ന നിലയിൽ ചർച്ച ചെയ്യുകയാണ് വേണ്ടത്. അതാണ് മുന്നണി രാഷ്ട്രീയം. അല്ലെങ്കിൽ ബാക്കിയുള്ളത് കണ്ണാടിയോട് വഴക്കിടൽ മാത്രം എന്ന് പറഞ്ഞ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു ജിസ്മോൻ. തീർച്ചയായിട്ടും ഇത് CPMന്റെ ഏകാധിപത്യ പ്രവണത, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഏകാധിപത്യ പ്രവണത പ്രത്യക്ഷമായും പരോക്ഷമായും ജിസ്മോൻ ചൂണ്ടിക്കാട്ടുകയാണ്. ഇതൊരു പാർട്ടിയുടെ വിഷയമായിട്ടല്ല, ഇതൊരു വ്യക്തിയുടെ വിഷയമായിട്ടല്ല, ആ വ്യക്തിയുടെ മാത്രം ആവശ്യകതയായി ഇത് മാറിയിട്ടുണ്ട് എന്നതാണ് സത്യം. CPMലെ മറ്റ് നേതാക്കളോട് രഹസ്യമായി ചോദിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും CPIക്ക് ഈ പ്രതിപക്ഷ ഉപനേതൃ പദവി നൽകണം എന്ന അഭിപ്രായമായിരിക്കും 99% പാർട്ടി നേതാക്കളും പ്രവർത്തകരും പറയുക. അപ്പോൾ പിന്നെ ഇത് പിണറായിയുടെ വാശിയല്ലേ? മരുമകനെ ഭാവി മുഖ്യമന്ത്രിയാക്കാനുള്ള തന്ത്രമല്ലേ? അതിനുവേണ്ടി മാത്രമുള്ള തന്ത്രമാണ് ഇയാൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് ഇത്രയും നാണമില്ലാത്തവനാണല്ലോ ഇയാൾ എന്നുകൂടി നമ്മൾ ചോദിക്കുകയാണ്. ഇത്രയും വിമർശനമുണ്ടായിട്ടും ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് മുന്നണിയായാലും ശരി, വ്യക്തിയായാലും ശരി, അത് പിണറായി വിജയനെ ആക്രമിക്കാനാണ് എന്ന് പറയുന്ന നാണം കെട്ട നിലപാട് ഇവർക്ക് മാറ്റാറായില്ലേ? വീണ തൈക്കണ്ടിയിലിൻ്റെ അവർ താമസിക്കുന്ന വീട്, അത് റെയ്ഡ് പരിശോധനയൊക്കെ നടത്തിയപ്പോൾ അത് പാർട്ടിക്കെതിരെയുള്ള റെയ്ഡ്, പിണറായി വിജയനെതിരെയുള്ള റെയ്ഡ് എന്നൊക്കെ നെറേറ്റീവുകൾ ഉണ്ടാക്കി പാർട്ടി സഖാക്കളെപ്പോലും അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങളെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കല്ലേ പിണറായി എല്ലാം കൊണ്ടുചെന്ന് എത്തിക്കുന്നത്.